നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പല്ലേഡിയം കാറ്റലൈസ്ഡ് കാർബൺ നൈട്രജൻ കാർബൺ ഓക്സിജൻ ബോണ്ട് ഫോർമേഷൻ റിയാക്ഷൻസ് ആണ് കണ്ടത്. അതിൻ്റെ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഒരു നെയിംഡ് റിയാക്ഷൻ ആണ്, നോൺ ആസ് ഡോട്ട്സ് റിയാക്ഷൻ, വിച്ച് വാസ് നെയിംഡ് ആഫ്റ്റർ ദ സയൻറ്റിസ്റ്റ് കാൾ ഹീൻസ് ഡോട്ട്സ്. It is actually a Benz annulation reaction of Fischer-Carbene complex. Benz annulation എന്ന് നമുക്ക് പറഞ്ഞറിയാം. Annulation reaction means ring formation reaction. Dots reaction result in the formation of benzene ring with phenol substituents and suitable substituents adjacent to the phenolic group. So actually Dots reaction is the reaction of a Fischer-Carbene complex resulting in Benz annulation. So who are the reactants involved in Dots reaction? It is actually the chemical reaction of an aromatic or vinylic alkoxy pentacarbonyl chromium carbene complex with an alkyne and carbon monoxide to give CrCO3 coordinated substituted phenol. ഇതിൽ ഡോട്ട്സ് റിയാക്ഷൻ്റെ അകത്ത് റിയാക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ശരിക്കും ഒരു അൺസാച്ചുറേറ്റഡ് കോംപ്ലക്സും ആൽക്കൈനും കൂടെ റിയാക്ട് ചെയ്ത് ഒരു ആൽക്കോക്സി ഫീനോൾ ആണ് അവിടെ ശരിക്കും ഫോം ചെയ്യുന്നത്. അപ്പം നമ്മുടെ അൺസാച്ചുറേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വിനൈലിക് ഓർ അരോമാറ്റിക് ആൽക്കോക്സി OMe അല്ല, അപ്പം ആൽക്കോക്സി പെൻറ്റാകാർബണൈൽ ക്രോമിയം കാർബീൻ കോംപ്ലക്സ് അല്ലേ, മെറ്റൽ കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. സോ ഇറ്റ് ഈസ് എ കാർബീൻ കോംപ്ലക്സ് with an alkene and carbon monoxide to form alkoxyphenol എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാം. And it is a chromium carbonyl coordinated substituted phenol. So this is the reaction for Dots reaction. Coming to the mechanism, അപ്പോൾ ഇതിൻ്റെ അകത്ത് മെറ്റൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് ക്രോമിയം കാർബണൈൽ കോംപ്ലക്സ് ആണ്. ക്രോമിയം കാർബണൈൽ കോംപ്ലക്സ് ഒരു അൺസാച്ചുറേറ്റഡ് കോംപ്ലക്സുമായിട്ട് അതിൻ്റെ ഒരു അൺസാച്ചുറേറ്റഡ് കോംപ്ലക്സ്, അതാണ് നമ്മൾ ഫിഷർ കാർബീൻ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതൊരു ആൽക്കൈനുമായിട്ട് റിയാക്ട് ചെയ്ത് ആൽക്കോക്സി ഫീനോൾ ആണ് അവിടെ പ്രോഡക്റ്റ് ആയിട്ട്. അപ്പം അവിടെ ശരിക്കും കാർബൺ കാർബൺ ബോണ്ട് ഫോർമേഷൻ ആണ് നടന്നത് ഇൻ പ്രസൻസ് ഓഫ് എ മെറ്റൽ കോംപ്ലക്സ് resulting in a ring formation. So coming to the mechanism of Dots reaction, the reaction actually begins with the loss of carbon monoxide from the Fischer-Carbene complex. ഇതാണ് നമ്മുടെ Fischer-Carbene complex. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഈ പെൻറ്റാകാർബണൈലിൽ നിന്നും ഒരു കാർബണൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ CO ഗ്രൂപ്പ് പോകുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ശരിക്കും ഇതിൻ്റെ അകത്ത് ഈ പ്രോഡക്റ്റിൻ്റെ അകത്ത് ഇതിലെ ലാർജസ്റ്റ് ആൽക്കൈൽ RL എന്ന് പറയുന്നത് ലാർജും RS എന്ന് പറയുന്നത് സ്മോളുമാണ്. ദിസ് RL or the largest group will be incorporated adjacent to the CO ഡിറൈവ്ഡ് കാർബൺ. ഇതാണ് CO ഡിറൈവ്ഡ് കാർബൺ എന്ന് പറയുന്നത്. അതിനോട് അഡ്ജസന്റ് ആയിട്ടായിരിക്കും ഈ ലാർജസ്റ്റ് ഗ്രൂപ്പ് നിൽക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ ശരിക്കും സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്നത്. സോ ആഫ്റ്റർ ദ ലോസ് ഓഫ് കാർബൺ മോണോക്സൈഡ് ഫ്രം ദ കാർബീൻ കോംപ്ലക്സ്, ആൽക്കൈൻ വിൽ കോർഡിനേറ്റ് ടു ദ മെറ്റൽ സെന്റർ. അപ്പൊ അവിടെ ഒരു പൈ കോംപ്ലക്സ് ഫോർമേഷൻ നടക്കും. And the resulting alkyne complexes will rearrange to another intermediate, which is an eta1 eta3 complex. eta1 എന്ന് പറഞ്ഞാലും നമ്മൾ ഹാപ്റ്റിസിറ്റി എന്നാണ് പറയുന്നത് അല്ലേ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. which then undergo CO insertion to give eta4 vinyl ketene complex, which will undergo electrocyclization.
അപ്പൊ ആദ്യമേ ഈ CO പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു 16 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണ് കിട്ടുന്നത്. 16 ഇലക്ട്രോൺ കോംപ്ലക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് നോട്ട് സ്റ്റേബിൾ, സോ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ബിക്കം reactive and it will react with alkyne in the next step, resulting in the formation of a complex which rearranges to an eta 1 eta 3 intermediate. This will then undergo CO insertion to form eta 4 intermediate followed by electrocyclization. ഇപ്പോൾ electrocyclization എന്ന് പറയുന്നത് it is the final ring closing എന്ന് പറയുന്നത് ശരിക്കും ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോസൈക്ലിക് റിംഗ് ക്ലോഷർ ആണ്. നമ്മൾ 4+2 2+2 എന്ന് പറഞ്ഞ ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട് പെരിസൈക്ലിക് റിയാക്ഷൻസിൻ്റെ അത്. അതാണ് ശരിക്കും അവിടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ദ ഫൈനൽ സ്റ്റെപ്പ് ഈസ് ആൻ ഇലക്ട്രോസൈക്ലിക് റിംഗ് ക്ലോഷർ ഓഫ് വിനൈൽ കീറ്റീൻ. വിനൈൽ കീറ്റീൻ കോംപ്ലക്സ് which is a 6 electron electrocyclization, and the reaction then finally proceeds to the phenolic product. അപ്പോൾ ഇതാണ് ഇതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. You can carry out the reaction by heating or under photochemical condition or by ultrasound sonication. ഇതെന്ന് പറയുന്നത് സൗണ്ട് ഉപയോഗിച്ചിട്ടുള്ള റിയാക്ഷന്റെ സിമ്പൽ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് ഫിഷർ കാർബീൻ കോംപ്ലക്സ്. അപ്പൊ ആദ്യമേ അതിൽ നിന്നും ഒരു CO ഗ്രൂപ്പ് പോയി CO4 ആകും. CO പോയി ഇവിടെ. That will react with alkyne to form an alkyne complex. ഇതുപോലെ ഒരു പൈ കോംപ്ലക്സ് ഉണ്ടാകും. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് റിയാക്ഷൻസിൻ്റെ അകത്തെ പോലെ തന്നെ പൈ കോംപ്ലക്സ് ഉണ്ടാകും. അത് മെറ്റൽ സെന്ററുമായിട്ടായിരിക്കും കോർഡിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അടുത്ത ഇതിൻ്റെ അകത്ത് ഒരു ഇലക്ട്രോൺ ഷിഫ്റ്റിംഗ് നടന്ന് ഈ ബോണ്ട് ഫോർമേഷൻ സ്ട്രോങ് ആകും. ഒറിജിനൽ ഇതിപ്പം ഈ പൈ കോർഡിനേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് കാണിക്കുന്നത്. ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പം യു വിൽ ഗെറ്റ് എ സൈക്ലോ ബ്യൂട്ടൈൻ ഡെറിവേറ്റീവ്. അപ്പൊ ഇത് പിന്നെ എന്താ നടക്കുന്നെന്ന് പറയുന്നത് ദിസ് വിൽ റീഅറേഞ്ച് ടു ആൻ eta 4. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തെന്നാ this resulting alkyne complex will rearrange to an intermediate. ഇതാണ് ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഇതിൽ റീഅറേഞ്ച്മെന്റ് നടന്ന് ബോണ്ട് ബ്രേക്കിംഗ് ഉണ്ടാകും. ഇത് വീണ്ടും മെറ്റൽ കാർബീൻ ഫിഷർ കാർബീൻ കോംപ്ലക്സ് ഉണ്ടാക്കും. അതിലേക്ക് CO ഇൻസേർഷൻ നടക്കും. CO ഇൻസേർഷൻ ഇവിടെയാണ് ആദ്യമേ CO5 ആകും. എന്നിട്ട് ഇതിന്റെ അകത്ത് നിന്ന് ഒരു CO ഗ്രൂപ്പ് ഈ കാർബൺ മെറ്റൽ ബോണ്ടില്ലേ അതിന്റെ ഇടയ്ക്കോട്ടേക്കാണ് ശരിക്കും ഒരു CO വരുന്നത്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് ഡബിൾ ബോണ്ട് CO. അപ്പൊ ഈ ക്രോമിയം എന്ത് പറ്റും അത് വീണ്ടും നമ്മുടെ ഈ പൈ ഇലക്ട്രോണുമായിട്ട് ഒരു പൈ കോംപ്ലക്സ് ആയിട്ട് നിൽക്കും. ഈ CO5ന്റെ അകത്തെ ഒരു CO ആണ് ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്തത്. അടുത്ത സ്റ്റെപ്പിൽ ശരിക്കും ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻ ആണ് അടുത്ത സ്റ്റെപ്പിൽ നടക്കുന്നത്. ഈ ഇലക്ട്രോൺ പെയർ ഇങ്ങോട്ട് പോകും. അപ്പൊ അത് C ഡബിൾ ബോണ്ട് ആകും. ഇവിടെ നിന്നും ഒരു ഇലക്ട്രോൺ പെയർ ഇങ്ങോട്ടേക്ക് പോകും. ഇവിടെ ഡബിൾ ബോണ്ട് ആണ്, ഇവിടെ ഡബിൾ ബോണ്ട് ആവും കേട്ടോ. അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇവിടെയോട്ട് CO ഗ്രൂപ്പ് അങ്ങ് ഇൻസേർട്ട് ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതൊരു പൈ കോംപ്ലക്സ് ആയിട്ട് വീണ്ടും മാറും. പിന്നെ ഇലക്ട്രോസൈക്ലൈസേഷൻ നടക്കും. ഇലക്ട്രോൺ പെയർ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് അവിടെ ബെൻസ് അനുലേഷൻ നടക്കും. ഇപ്പൊ നമുക്ക് ഫീനോളിക് ഡെറിവേറ്റീവ് ആണ്. സോ ദിസ് ഇസ് എ കീറ്റോ ഡെറിവേറ്റീവ്. ദിസ് വിൽ ടോട്ടോമറൈസ് ടു ഫീനോൾ ഡെറിവേറ്റീവ്. Then this will undergo finally oxidation. അപ്പൊ ഇതിൻ്റെ അകത്ത് നിന്ന് ഈ മെറ്റൽ കോംപ്ലക്സ് അവിടെ റിമൂവ് ആകും. ദിസ് ഈസ് ദ മെക്കാനിസം ഫോർ ഡോട്ട്സ് റിയാക്ഷൻ. അപ്പൊ ഡോട്ട്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, അവിടെ ഒരു റിംഗ് ഫോർമേഷൻ ആണ് നടക്കുന്നത്. ചില കേസിൽ ഇത് വേറൊരു സ്റ്റെപ്പിൽ കൂടെ പോയി ഒരു സൈക്ലോപെൻറ്റെയ്ൻ ഡെറിവേറ്റീവും അവിടെ തരാം.
പൊതുവെ ഡോട്ട്സ് റിയാക്ഷൻ്റെ അത് നമ്മൾ ബെൻസ് അന്യുലേഷൻ എന്നാണ് പറയുന്നത്. ആരൊക്കെയാണ് അവിടെ റിയാക്ട് ചെയ്യുന്നത്? ഒരു അൺസാച്ചുറേറ്റഡ് കോംപ്ലക്സും ഒരു ആൽക്കൈനും കൂടെ റിയാക്ട് ചെയ്ത് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് 4-alkoxy-phenol. So this is actually the reaction of അവിടുത്തെ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു ഫിഷർ കാർബീൻ കോംപ്ലക്സ് ആണ്. ദാറ്റ് വിൽ റിയാക്ട് വിത്ത് ആൽക്കൈൻ. ഇപ്പൊ സ്റ്റെപ്സ് നമുക്കറിയാം. ആദ്യമേ സിഒയുടെ റിമൂവൽ ആണ്. സിഒ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു വേക്കൻസി വരും. ആൽക്കൈൻ അങ്ങോട്ട് കോർഡിനേറ്റ് ചെയ്യും. ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്ത് ഒരു സൈക്ലോബ്യൂട്ടൈൻ ഡെറിവേറ്റീവ് ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ആ കാർബീൻ കോംപ്ലക്സ് പോലെ വീണ്ടും ഫോം ചെയ്യുന്നു. ഇപ്പൊ 2 പ്രാവശ്യം സ്റ്റാർട്ടിങ്ങിലും ആൽക്കൈൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ റീഅറേഞ്ച്മെന്റ് കഴിഞ്ഞ് വീണ്ടും ഒരു റീഅറേഞ്ച്മെന്റും കൂടെ വരുമ്പോൾ നമുക്ക് കാർബീൻ വീണ്ടും ഉണ്ടാകും. ദ നെക്സ്റ്റ് സ്റ്റേജ് സിഒ ഇൻസേർഷൻ. എങ്ങോട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്യുമെന്ന് ഓർക്കണം. ഇപ്പൊ സി ഡബിൾ ബോണ്ട് സി ഡബിൾ ബോണ്ടോ. അപ്പൊ ഈ ക്രോമിയം CR4 ഇവിടെ പൈ കോംപ്ലക്സ് ആയിട്ട് മാറും. അടുത്ത ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻ ആണ്. ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് a benzene ring. This will tautomerize to phenol, alkoxy-phenol. Largest group എവിടെ വരുമെന്നാ പറഞ്ഞേ? It is incorporated adjacent to CO derived carbon എന്ന് പറഞ്ഞല്ലേ. സിഒയിൽ നിന്നും, അതായത് ആ കാർബണൈൽ ഗ്രൂപ്പിനെ ഇൻസേർട്ട് ചെയ്ത കാർബൺ, അതാണ് ഇത്. CO ഡിറൈവ്ഡ് കാർബണിന്റെ അടുത്താണ് ലാർജ് ഗ്രൂപ്പ് വരുന്നത്. ഓക്സിഡൈസ് ചെയ്ത് ക്രോമിയത്തിനെ അവിടെ നിന്നും റിമൂവ് ചെയ്യും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഡോട്ട്സ് റിയാക്ഷൻ. അപ്പൊ ഇതും ആ ഒരു പോർഷൻ്റെ അകത്ത് ലാസ്റ്റ് വരുന്ന ടോപ്പിക്. ഓക്കെ, താങ്ക് യു.